എക്സസൈസ് 5.2 സെവൻത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ 31st ടേം ഓഫ് ആൻ എ പി ഹൂസ് 11th ടേം ഈസ് 38 ആൻഡ് 16th ടേം ഈസ് 73. അപ്പോൾ നമുക്ക് എ പി തന്നിട്ടുണ്ട്. എ പി ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. അതിൽ 11ാമത്തെ ടേം 38 ആണെന്നും 16ാമത്തെ ടേം 73 ആണെന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 31st ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ജനറൽ ഇക്വേഷൻ അറിയാം, n = a + n - 1 × d അല്ലേ. അപ്പോൾ A11 എന്ന് പറയുമ്പോൾ n11 ആണ്. അവിടുന്ന് an = a + n - 1 × d ഫോം എഴുതുമ്പോൾ A11 = a + 11 - 1 × d, അതായത് A11 = a + 10d. A11 പകരം നമുക്ക് 38 കൊടുക്കാം. അപ്പോൾ a + 10d = 38 എന്ന് വരും. അതേപോലെ A16 = 73 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ n = 16 ആണ് അവിടെ വരുന്നത്. A16 = a + 15d എന്ന് വരും. ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. a + 10d = A11 ഉം a + 15d = A16 ഉം. A11നും A16നും നമുക്ക് വാല്യൂ ഉണ്ട്. ആ വാല്യൂം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് രണ്ട് ഇക്വേഷൻസ് ആയിട്ട് കിട്ടും. a + 10d = 38 ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അതേപോലെ a + 15d = A16ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 73. a + 15d = 73ക്ക് ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസോട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ഡിയുടെ വാല്യൂ കിട്ടിയിട്ട് നമ്മളത് ഈ ഇക്വേഷനകത്ത് ഇട്ട് കൊടുക്കാൻ പോകും. അപ്പോൾ ഡിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം രണ്ട് ഇക്വേഷനോട് സോൾവ് ചെയ്യാം. a - a0, 10d - 15d - 5d, 38 - 73 - 35. രണ്ടിടത്തും മൈനസ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 5d = 35, d = 35/5 = 7. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 കിട്ടി. ഇനി നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ്റെ അകത്തോട്ട് ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് a കിട്ടും. a എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫസ്റ്റ് ടേം. ഇവിടെ a + 10d = 38ൻ്റെ അകത്തോട്ട് ഡിയുടെ വാല്യൂ 7 കൊടുക്കുമ്പോൾ നമുക്ക് a = 38 - 70 എന്ന് വരും. അപ്പോൾ a = -32 എന്ന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് -32 ആണ്. കോമൺ ഡിഫറൻസ് 7 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് A31 ആണ്. A31 എന്ന് പറഞ്ഞാൽ എന്താ? a + 30d. a + 30d വന്നാൽ എങ്ങനെയാണെന്ന് അറിയാമല്ലോ, a + n - 1 × d അത് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഡിയുടെ വാല്യൂയും എയുടെ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ -32 + 210 എന്ന് വരും. അത് ചെയ്യുമ്പോൾ 210 - 32 = 178. അപ്പോൾ 31st ടേം എന്ന് പറയുന്നത് 178 ആണ് ആ ഒരു എ പിക്ക് അകത്തത്. നമ്മൾ എങ്ങനെ ചെയ്തു വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് രണ്ട് A11th ടേമിൻ്റെയും 16th ടേമിൻ്റെയും ടേം ഏതാണെന്ന് അറിയാമായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ ജനറൽ ഇക്വേഷൻ വെച്ചിട്ട് രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കി. ആ രണ്ട് ഇക്വേഷൻസ് പിന്നീട് നമ്മൾ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ഡിയുടെ വാല്യൂ കിട്ടി. ആ ഡിയുടെ വാല്യൂ ഈ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തപ്പോൾ എയുടെ വാല്യൂ കിട്ടി. എയും ഡിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ജനറൽ ഫോം വെച്ചിട്ട് A31 കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ A31 178 ആണെന്ന് കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് പറയുന്നത് an AP consists of 50 terms of which third term is 12 and last term is 106. Find the 29th term. അപ്പോൾ നമ്മുടെ എ പിയിൽ ആകെ 50 ടേംസ് ആണുള്ളത്. അപ്പോൾ n എന്ന് പറയുന്നത് 50 ആണ്. ഇനി നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 50 ആണ്. നമുക്ക് 29th ടേമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന എല്ലാ അത് എഴുതി. n = 50, A3 = 12, an = 106 ആൻഡ് A29 നമുക്ക് കണ്ടുപിടിക്കണം. ഈ an എന്ന് പറയുന്നത് 106 കൊടുക്കാൻ കാരണം ലാസ്റ്റ് ടേമാണ് 106. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ an = 106 കൊടുത്തത്. നമ്മൾ ജനറൽ ഫോം എഴുതുമ്പോൾ an = a + n - 1 × d, an പകരം 106 കൊടുത്തു. അപ്പോൾ 106 എന്ന് പറയുന്നത് എന്താണ്? ലാസ്റ്റ് ടേം ആണെന്ന് തന്നിട്ടുണ്ട്. ആകെ 50 ടേംസ് ഉള്ളെന്നും തന്നിട്ടുണ്ട്. സോ n നമ്മൾ 50 കൊടുത്തു. അപ്പോൾ 106 = a + 49d എന്ന് പറയുന്നൊരു ഇക്വേഷൻ നമുക്ക് കിട്ടി. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് തേർഡ് ടേം 12 ആണെന്ന്. അവിടെ നിന്ന് നമ്മൾ a + 2d = 12 എന്ന് എഴുതി. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ രണ്ട് ഇക്വേഷൻസ് കൂടി നമ്മൾ സോൾവ് ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള d കിട്ടും.
അപ്പോൾ നമുക്ക് ആ രണ്ട് ഇക്വേഷൻസ് കൂടി ഒന്നുകൂടി എടുത്ത് എഴുതി. 106 equal to a plus 49d and 12 equal to a plus 2d. 106 നിന്ന് 12 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 94, a minus a 0, 49d minus 2d 47d. അവിടുന്ന് d equal to 94 divided by 47 ആണ്. അവിടുന്ന് കോമൺ ഡിഫറൻസ് d is equal to 2 എന്ന് കിട്ടി. അപ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് എന്താ? ഈ എ പിയുടെ 2 ആണ്. അവിടുന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ ഡിഫറൻസ് അല്ല, 29th ടേം ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ a29 equal to a plus 28d എന്ന് എഴുതാം. അവിടുന്ന് കോമൺ ഡിഫറൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ a plus 56 എന്ന് കിട്ടും. ഇനി നമുക്ക് എയും കൂടെ മതി അല്ലേ? ഈ എ എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ A3 ഇക്വേഷൻ്റെ അതിൽ a plus 2d equal to എന്താണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു? നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു a plus 2d equal to 12 എന്ന്. അപ്പോൾ അതിൻ്റെ അകത്ത് d സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് a കിട്ടുമല്ലോ. അവിടുന്ന് 12 equal to 4 plus ad, a equal to 12 minus 4 which is equal to 8. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 8 ആണെന്ന് കിട്ടി. ആ എയുടെ വാല്യൂ നമ്മുടെ ഈ a29ൻ്റെ ഇക്വേഷനിൽ അടുത്ത് ഇട്ട് കൊടുക്കുമ്പോൾ a29 കിട്ടുമല്ലോ. അപ്പോൾ a29 equal to a plus 56 which is equal to 8 plus 56 which is 64. അതുകൊണ്ട് 29th ടേം എന്ന് പറയുന്നത് 64 ആണ് ഈ എ പിക്കകത്തുള്ളത്. അതായിരുന്നു നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.